ശാന്തി 20-10-25. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബ വന്നിരിക്കുകയാണ് നിങ്ങളെ വളരെ താല്പര്യത്തോടുകൂടി പഠിപ്പിക്കുവാൻ. നിങ്ങളും താല്പര്യത്തോടെ പഠിക്കൂ. ഈ ലഹരി ഉണ്ടായിരിക്കട്ടെ. നമ്മെ പഠിപ്പിക്കുന്നത് സ്വയം ഭഗവാനാണ്. ചോദ്യം: നിങ്ങൾ ബ്രഹ്മകുമാർ കുമാരിമാരുടെ ഉദ്ദേശവും ശുദ്ധ ഭാവനയും ഏതാണ്? ഉത്തരം: നിങ്ങളുടെ ഉദ്ദേശമാണ് 5000 വർഷത്തിനു മുമ്പേ കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ വീണ്ടും ശ്രീമത്തനുസരിച്ച് വിശ്വത്തിൽ സുഖത്തിന്റെയും ശാന്തിയുടെയും രാജ്യം സ്ഥാപിക്കണം. നിങ്ങളുടെ ശുദ്ധ ഭാവനയാണ് ശ്രീമത്തിലൂടെ നമ്മൾ മുഴുവൻ വിശ്വത്തിന്റെയും സദ്ഗതി ചെയ്യും. നിങ്ങൾ ലഹരിയോടെ പറയുന്നു, നമ്മൾ സർവർക്കും സദ്ഗതി നൽകുന്നവരാണ്. നിങ്ങൾക്ക് ബാബയിൽ നിന്നും പീസ് പ്രൈസ് ലഭിക്കുന്നു. നരകവാസിയിൽ നിന്നും സ്വർഗവാസി ആകുന്നതാണ് പ്രൈസ് നേടുക എന്നത്. ഓം ശാന്തി. സ്റ്റുഡന്റ് പഠിക്കുമ്പോൾ സന്തോഷത്തോടെ പഠിക്കുന്നു. ടീച്ചറും വളരെ സന്തോഷത്തോടെയും താല്പര്യത്തോടെയും പഠിപ്പിക്കുന്നു. ആത്മീയ കുട്ടികൾ ഇത് അറിയുന്നുണ്ട്. ടീച്ചറുമായ പരിധിയില്ലാത്ത ബാബ നമ്മെ വളരെ താല്പര്യപൂർവ്വം പഠിപ്പിക്കുന്നു. ആ പഠനത്തിലാണെങ്കിൽ അച്ഛൻ വേറെയായിരിക്കും, പഠിപ്പിക്കുന്ന ടീച്ചറും വേറെയായിരിക്കും. ചിലരുടെയൊക്കെ അച്ഛൻ തന്നെ ടീച്ചറായിരിക്കും. അവർ പഠിപ്പിക്കുമ്പോൾ വളരെ താല്പര്യപൂർവ്വം പഠിപ്പിക്കുന്നു. കാരണം ഏതായാലും ബ്ലഡ് കണക്ഷൻ ഉണ്ടായിരിക്കുന്നുവല്ലോ. തന്റേതാണ് എന്ന് മനസ്സിലാക്കി വളരെ താല്പര്യത്തോടെ പഠിപ്പിക്കുന്നു. ഈ പിതാവ് നിങ്ങളെ എത്ര താല്പര്യത്തോടെയായിരിക്കും പഠിപ്പിക്കുന്നുണ്ടാവുക. അപ്പോൾ കുട്ടികളും എത്ര താല്പര്യത്തോടുകൂടി പഠിക്കേണ്ടതാണ്. ഡയറക്റ്റ് ബാബ പഠിപ്പിക്കുകയാണ്. ഈ ഒരു തവണയാണ് വന്ന് പഠിപ്പിക്കുന്നത്. കുട്ടികൾക്ക് വളരെയധികം താല്പര്യമുണ്ടായിരിക്കണം. ബാബയാകുന്ന ഭഗവാൻ നമ്മെ പഠിപ്പിക്കുന്നു. ഓരോ കാര്യവും നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ചില കുട്ടികൾക്ക് പഠിച്ച് ചിന്ത വരുന്നു, ഇതെന്താണ്? ഡ്രാമയിൽ ഇത് ആവാഗമനത്തിന്റെ ചക്രമാണ്. പക്ഷേ ഈ നാടകം രചിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? ഇതിലൂടെ എന്ത് നേട്ടമാണ്? കേവലം ഇങ്ങനെ ചക്രം കറങ്ങിക്കൊണ്ട് മാത്രം ഇരിക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ മുക്തമാകുന്നത് നല്ലതാണ്. ഈ 84ന്റെ ചക്രം കറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കണം എന്ന് കാണുമ്പോൾ ഇങ്ങനെയെല്ലാമുള്ള ചിന്തകൾ വരുന്നു. ആവാഗമനത്തിന്റെ ചക്രത്തിൽ നിന്നും മുക്തമാകുവാനേ സാധിക്കാത്ത ഇങ്ങനെയുള്ള കളി ഭഗവാൻ എന്തുകൊണ്ട് രചിച്ചു? ഇതിനേക്കാൾ മോക്ഷം ലഭിച്ചെങ്കിൽ. ഇങ്ങനെയെല്ലാമുള്ള ചിന്തകൾ പല കുട്ടികൾക്കും വരുന്നു. ഈ ആവാഗമനത്തിൽ നിന്നും സുഖ ദുഃഖങ്ങളിൽ നിന്നും മുക്തമായെങ്കിൽ. ബാബ പറയുന്നു, ഇതൊരിക്കലും സാധ്യമല്ല. മോക്ഷം നേടാൻ പരിശ്രമിക്കുന്നത് തന്നെ വേസ്റ്റായി പോകുന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നു, ഒരു ആത്മാവിന് പോലും പാർട്ടിൽ നിന്നും ഒഴിവാകുവാൻ സാധിക്കില്ല. ആത്മാവിൽ അവിനാശി പാർട്ട് അടങ്ങിയിരിക്കുന്നു. അത് അനാദിയും അവിനാശിയുമാണ്. തീർത്തും ആക്യുറേറ്റായി ആക്ടേഴ്സ് ഉണ്ട്. ഒരാൾ പോലും കുറയുകയോ കൂടുകയോ സാധ്യമല്ല. കുട്ടികളായ നിങ്ങൾക്ക് മുഴുവൻ നോളജുമുണ്ട്. ഈ ഡ്രാമയുടെ പാർട്ടിൽ നിന്നും ആർക്കും ഒഴിവാകുവാൻ സാധിക്കില്ല. ആർക്കും മോക്ഷം നേടുവാനും സാധിക്കില്ല. എല്ലാ ധർമ്മത്തിലുള്ളവർക്കും നമ്പർ വാരായി വരിക തന്നെ വേണം. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഇത് മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട അവിനാശി ഡ്രാമയാണ്. നിങ്ങളും പറയുന്നു, ബാബ ഇപ്പോൾ അറിഞ്ഞു കഴിഞ്ഞു എങ്ങനെയാണ് നമ്മൾ 84ന്റെ ചക്രത്തിൽ കറങ്ങുന്നത്. ഇത് മനസ്സിലാക്കുന്നുണ്ട്. ആദ്യം വരുന്നത് ആരായിരിക്കുമോ അവർ 84 ജന്മങ്ങൾ എടുക്കുന്നുണ്ടാകും. പിന്നാലെ വരുന്നവർക്ക് തീർച്ചയായും ജന്മങ്ങൾ കുറവായിരിക്കും. ഇവിടെയാണെങ്കിൽ പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട്. പഴയ ലോകത്തിൽ നിന്നും പുതിയ ലോകം തീർച്ചയായും ഉണ്ടാകണം.
ബാബ ഓരോരോ കാര്യവും വീണ്ടും വീണ്ടും മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. കാരണം പുതിയ പുതിയ കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നു. അവരെ മുൻപുള്ള പഠനം ആര് പഠിപ്പിക്കും? അതിനാൽ ബാബ പുതിയവരെ കണ്ട് വീണ്ടും പഴയ പോയിന്റ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ ബുദ്ധിയിൽ മുഴുവൻ നോളജുമുണ്ട്, അറിയുന്നുണ്ട്. തുടക്കം മുതൽ എങ്ങനെയാണ് നമ്മൾ പാർട്ട് അഭിനയിച്ചു വന്നത്. നിങ്ങൾ യഥാർത്ഥ രീതിയിൽ അറിയുന്നു എങ്ങനെയാണ് നമ്പർ വാറായി വരുന്നതെന്നും എത്ര ജന്മങ്ങൾ എടുക്കുന്നു എന്നും. ഈ സമയത്താണ് ബാബ വന്ന് ജ്ഞാനത്തിന്റെ കാര്യങ്ങൾ കേൾപ്പിക്കുന്നത്. സത്യയുഗത്തിലാണെങ്കിൽ പ്രാപ്തിയാണ്. ഇത് ഈ സമയം നിങ്ങളെ തന്നെയാണ് മനസ്സിലാക്കിക്കുന്നത്. ഗീതയിലും ആരംഭത്തിലും പിന്നെ അവസാനവും ഈ കാര്യം വരുന്നു. മന്മനാഭവ. പഠിപ്പിക്കപ്പെടുന്നത് സ്റ്റാറ്റസ് നേടുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾ രാജാവാകുന്നതിന് വേണ്ടി ഇപ്പോൾ പുരുഷാർത്ഥം ചെയ്യുന്നു. മറ്റ് ധർമ്മങ്ങളിലുള്ളവരെ കുറിച്ച് മനസ്സിലാക്കിച്ചു തന്നു. അവർ നമ്പർ വാറായി വരുന്നു. ധർമ്മസ്ഥാപകന്റെ പിന്നാലെ എല്ലാവർക്കും വരേണ്ടി വരും. രാജധാനിയുടെ കാര്യമില്ല. ഒരേ ഒരു ഗീതാശാസ്ത്രത്തിന് വളരെയധികം മഹിമയുണ്ട്. ഭാരതത്തിൽ തന്നെയാണ് ബാബ വന്ന് കേൾപ്പിക്കുന്നതും സർവരുടെയും സദ്ഗതി ചെയ്യുന്നതും. ആ ധർമ്മസ്ഥാപകർ ആരാണോ വരുന്നത്, അവർ മരിക്കുമ്പോൾ വലിയ വലിയ തീർത്ഥസ്ഥാനങ്ങൾ നിർമ്മിക്കുന്നു. വാസ്തവത്തിൽ സർവരുടെയും തീർത്ഥസ്ഥാനം ഈ ഭാരതം തന്നെയാണ്. അവിടെ പരിധിയില്ലാത്ത ബാബ വരുന്നു. ബാബ ഭാരതത്തിൽ തന്നെയാണ് വന്ന് സർവരുടെയും സദ്ഗതി ചെയ്തത്. ബാബ പറയുന്നു, എന്നെ ലിബറേറ്റർ, ഗൈഡ് എന്ന് പറയുന്നുവല്ലോ. ഞാൻ നിങ്ങളെ ഈ പഴയ ലോകത്തിൽ നിന്നും ദുഃഖത്തിന്റെ ലോകത്തിൽ നിന്നും ലിബറേറ്റ് ചെയ്ത് ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കും കൊണ്ടുപോകുന്നു. കുട്ടികൾക്കറിയാം, ബാബ നമ്മെ ശാന്തിധാമിലേക്കും സുഖധാമത്തിലേക്കും കൊണ്ടുപോകും. ബാക്കി എല്ലാവരും ശാന്തിധാമിലേക്ക് പോകും. ദുഃഖത്തിൽ നിന്നും ബാബ വന്ന് ലിബറേറ്റ് ചെയ്യുന്നു. ആ ഒന്നിന് ജനന മരണങ്ങളില്ല. ബാബ വന്നിരിക്കുന്നു, പിന്നെ മടങ്ങിപ്പോകും. ബാബയെ കുറിച്ച് മരിച്ചുപോയി എന്ന് പറയുകയില്ല. ഇതുപോലെ ശിവാനന്ദനെ കുറിച്ച് പറയും, ശരീരം ഉപേക്ഷിച്ചു എന്ന്. പിന്നെ ക്രിയാകർമ്മം ചെയ്യുന്നു, അതായത് സംസ്കാരം ചെയ്യുന്നു. ഈ ബാബ മടങ്ങിപ്പോകുമ്പോൾ ഈ ഒന്നിന്റെ ക്രിയാകർമ്മമോ സെറമണിയോ മറ്റോ ചെയ്യേണ്ടതില്ല. ആ ഒന്നിന്റെ വരവിനെ കുറിച്ച് പോലും അറിയാൻ കഴിയുന്നില്ല. സംസ്കാര കർമ്മത്തിന്റെയോ മറ്റോ കാര്യമേ ഇല്ല. മറ്റെല്ലാ മനുഷ്യരുടെയും ക്രിയാകർമ്മങ്ങൾ ചെയ്യുന്നു. ബാബയുടെ ക്രിയാകർമ്മം ഉണ്ടാകുന്നില്ല. ബാബയ്ക്ക് ശരീരമേ ഇല്ല. സത്യയുഗത്തിൽ ഈ ജ്ഞാനത്തിന്റെയും ഭക്തിയുടെയും കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നില്ല. ഇത് ഇപ്പോഴാണ് നടക്കുന്നത്. മറ്റുള്ളവർ എല്ലാവരും ഭക്തിയാണ് പഠിപ്പിക്കുന്നത്. പകുതി കൽപ്പം ഭക്തിയാണ്. പിന്നെ പകുതി കൽപ്പത്തിനു ശേഷം ബാബ വന്ന് ജ്ഞാനത്തിന്റെ സമ്പത്ത് നൽകുന്നു. ജ്ഞാനം അവിടെ കൂടെ വരുന്നില്ല. അവിടെ ബാബയെ ഓർമ്മിക്കേണ്ട ആവശ്യം തന്നെ ഉണ്ടായിരിക്കുന്നില്ല. മുക്തിയിലാണ്. അവിടെ ഓർമ്മിക്കേണ്ടതുണ്ടോ? ദുഃഖത്തിന്റെ പരാതികൾ അവിടെ ഉണ്ടായിരിക്കുന്നില്ല. ഭക്തിയും ആദ്യം അവ്യഭിചാരിയും പിന്നെ വ്യഭിചാരിയുമാണ്. ഈ സമയത്താണെങ്കിൽ അതിവ്യഭിചാരി ഭക്തിയാണ്. ഇതിനെ രൗരവ നരകം എന്ന് പറയുന്നു. പൂർണമായും തീക്ഷ്ണത്തിലും തീക്ഷ്ണമായ നരകമാണ്. പിന്നെ ബാബ വന്ന് തീക്ഷ്ണമായ സ്വർഗമുണ്ടാക്കുന്നു. ഈ സമയം 100% ദുഃഖമാണ്. പിന്നീട് 100% സുഖവും ശാന്തിയും ഉണ്ടാകും. ആത്മാവ് പോയി തന്റെ വീട്ടിൽ വിശ്രമിക്കും. മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത് വളരെ സഹജമാണ്. ബാബ പറയുന്നു, ഞാൻ വരുന്നത് തന്നെ പുതിയ ലോകത്തിന്റെ സ്ഥാപന ചെയ്ത് പഴയതിന്റെ വിനാശം ചെയ്യേണ്ട സമയത്താണ്. ഇത്രയും കാര്യം ഒരാൾ മാത്രമായിരിക്കുകയില്ല ചെയ്യുന്നത്. സേവകർ ധാരാളം ആവശ്യമാണ്.
ഈ സമയത്ത് നിങ്ങൾ ബാബയുടെ സേവകരായ കുട്ടികൾ ആയിരിക്കുന്നു. വിശേഷിച്ച് ഭാരതത്തിന്റെ സത്യമായ സേവനം ചെയ്യുന്നു. സത്യമായ ബാബ സത്യമായ സേവനം പഠിപ്പിക്കുന്നു. തന്റെയും ഭാരതത്തിന്റെയും വിശ്വത്തിന്റെയും മംഗളം ചെയ്യുന്നു. അപ്പോൾ എത്ര താല്പര്യത്തോടുകൂടി ചെയ്യേണ്ടത് ആവശ്യമാണ്. ബാബ എത്ര താല്പര്യത്തോടെ സർവരുടെയും സദ്ഗതി ചെയ്യുന്നു. ഇപ്പോഴും സർവരുടെയും സദ്ഗതി തീർച്ചയായും ഉണ്ടാകണം. ഇതാണ് ശുദ്ധമായ അഹങ്കാരം, ശുദ്ധമായ ഭാവന. നിങ്ങൾ സത്യമായ സേവനം ചെയ്യുന്നു, എന്നാൽ ഗുപ്തമാണ്. ആത്മാവാണ് ശരീരത്തിലൂടെ ചെയ്യുന്നത്. നിങ്ങളോട് വളരെ പേർ ചോദിക്കുന്നു, BKയുടെ ഉദ്ദേശം എന്താണ്? പറയൂ. BKയുടെ ഉദ്ദേശമാണ് വിശ്വത്തിൽ സത്യയുഗി സുഖശാന്തിയുടെ സ്വരാജ്യം സ്ഥാപിക്കുക എന്നത്. നമ്മൾ ഓരോ 5000 വർഷത്തിനു ശേഷവും ശ്രീമത്തിലൂടെ വിശ്വത്തിൽ ശാന്തി സ്ഥാപിച്ച് വിശ്വശാന്തിയുടെ പ്രൈസ് നേടുന്നു. യഥാ രാജാ റാണി തഥാ പ്രജ പ്രൈസ് നേടുന്നു. നരകവാസിയിൽ നിന്നും സ്വർഗവാസിയാവുക കുറഞ്ഞ പ്രൈസാണോ? അവർ പീസ് പ്രൈസ് വാങ്ങി സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നും ലഭിക്കുന്നില്ല. വിശ്വത്തിന്റെ ചക്രവർത്തി പദത്തിന്റെ സത്യമായ പ്രൈസ് ഇപ്പോൾ നമ്മൾ ബാബയിൽ നിന്നും നേടിക്കൊണ്ടിരിക്കുന്നു. പറയുന്നുണ്ടല്ലോ, നമ്മുടെ ഭാരതം ഉയർന്ന ദേശമാണ്. എത്ര മഹിമ ചെയ്യുന്നു. എല്ലാവരും മനസ്സിലാക്കുന്നു നമ്മൾ ഭാരതത്തിന്റെ അധികാരിയാണ്. പക്ഷേ അധികാരി എവിടെ? ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ ബാബയുടെ ശ്രീമത്തിലൂടെ രാജ്യം സ്ഥാപിക്കുന്നു. ആയുധത്തിന്റെ ശക്തിയൊന്നും ഉണ്ടായിരിക്കുന്നില്ല. ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യുന്നു. അതിനാൽ നിങ്ങളുടെ തന്നെ മഹിമയും പൂജയുമുണ്ട്. അമ്പയുടേത് നോക്കൂ, എത്ര പൂജയാണ് ഉണ്ടാകുന്നത്. പക്ഷേ അമ്പ ആരാണ്? ബ്രാഹ്മണനോ അതോ ദേവതയോ? ഇതും അറിയുന്നില്ല. അമ്പ, കാളി, ദുർഗ, സരസ്വതി ആദിയായ ധാരാളം നാമങ്ങളുണ്ട്. ഇവിടെയും താഴെ അമ്പയുടെ ചെറിയൊരു ക്ഷേത്രമുണ്ട്. അമ്പയ്ക്ക് അനേകം കൈകൾ നൽകിയിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഇതിനെ ബ്ലൈൻഡ് ഫെയ്ത്ത് എന്ന് പറയുന്നു. ക്രൈസ്റ്റ്, ബുദ്ധൻ ആദിയായവർ വന്നു. അവർ തങ്ങളുടെ ധർമ്മം സ്ഥാപിച്ചു. തിഥിയും തീയതിയും എല്ലാം പറയുന്നു. അവിടെ ബ്ലൈൻഡ് ഫെയ്ത്തിന്റെ കാര്യമേ ഇല്ല. ഇവിടെ ഭാരതവാസികൾക്ക് ഒന്നും അറിയില്ല നമ്മുടെ ധർമ്മം എപ്പോൾ ആര് സ്ഥാപിച്ചു എന്ന്. അതിനാൽ ബ്ലൈൻഡ് ഫെയ്ത്ത് എന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങൾ പൂജാരിയാണ്, പിന്നീട് പൂജ്യരാകുന്നു. നിങ്ങളുടെ ആത്മാവും പൂജ്യം, അപ്പോൾ ശരീരവും പൂജ്യമാകുന്നു. നിങ്ങളുടെ ആത്മാവിന്റെയും പൂജയുണ്ടാകുന്നു. പിന്നെ ദേവതയാകുന്നു, അപ്പോഴും പൂജയുണ്ടാകുന്നു. ബാബയാണെങ്കിൽ നിരാകാരൻ തന്നെയാണ്. ആ ഒന്ന് സദാ പൂജ്യനാണ്. ആ ഒന്ന് ഒരിക്കലും പൂജാരിയാകുന്നില്ല. കുട്ടികളായ നിങ്ങളെ കുറിച്ചാണ് പറയുന്നത്. താങ്കൾ തന്നെ പൂജ്യനും താങ്കൾ തന്നെ പൂജാരിയും എന്ന്. ബാബയാണെങ്കിൽ എവർ പൂജ്യമാണ്. ഇവിടെ വന്ന് ബാബ സത്യമായ സേവനം ചെയ്യുന്നു. സർവർക്കും സദ്ഗതി നൽകുന്നു. ബാബ പറയുന്നു, ഇപ്പോൾ എന്നെ മാത്രം ഓർമ്മിക്കൂ. മറ്റേതെങ്കിലും ദേഹധാരിയെ ഓർമ്മിക്കേണ്ടതില്ല. ഇവിടെയാണെങ്കിൽ വലിയ വലിയ ലക്ഷപതിയും കോടിപതിയും പോയി അള്ളാ അള്ളാ എന്ന് പറയുന്നു. എത്ര അന്ധവിശ്വാസമാണ്. ബാബ നിങ്ങൾക്ക് ഹംസോ എന്നതിന്റെ അർത്ഥവും മനസ്സിലാക്കിച്ചു തന്നു. അവർ പറയുന്നു, ശിവോഹം, ആത്മാവ് തന്നെയാണ് പരമാത്മാവ് എന്ന്. ഇപ്പോൾ ബാബ കറക്റ്റ് ചെയ്ത് പറഞ്ഞു തന്നു. ഇപ്പോൾ നിർണയം ചെയ്യൂ. ഭക്തിമാർഗത്തിൽ കേട്ടതാണോ ശരി, അതോ ഞാൻ പറഞ്ഞു തന്നതാണോ ശരി? ഹംസോ എന്നതിന്റെ അർത്ഥവും വളരെ വിസ്താരമുള്ളതാണ്. ഹംസോ ബ്രാഹ്മൺ, ദേവത, ക്ഷത്രിയൻ. ഇപ്പോൾ ഹംസോ എന്നതിന്റെ അർത്ഥം ഏതാണ് ശരി? നമ്മൾ ആത്മാക്കൾ ചക്രത്തിൽ ഇങ്ങനെ വരുന്നു. വിരാട് രൂപത്തിന്റെ ചിത്രവുമുണ്ട്. ഇതിൽ കുടുമിയായ ബ്രാഹ്മണരെയും
ബാബയെയും കാണിച്ചിട്ടില്ല. ദേവതമാർ എവിടെ നിന്നും വന്നു? ജനിച്ചത് എവിടെ നിന്നുമാണ്? കലിയുഗത്തിലാണെങ്കിൽ ശൂദ്രവർണ്ണമാണ്. സത്യയുഗത്തിൽ പെട്ടെന്ന് ദേവതാവർണ്ണം എങ്ങനെ ഉണ്ടായി? ഒന്നും മനസ്സിലാക്കുന്നില്ല. ഭക്തിമാർഗത്തിൽ മനുഷ്യർ എത്ര കുടുങ്ങിയിരിക്കുന്നു. ആരെങ്കിലും ഗ്രന്ഥം വായിച്ചു, ചിന്ത വന്നു, ക്ഷേത്രം നിർമ്മിച്ചു, ഇത്ര തന്നെ. ഗ്രന്ഥം ഇരുന്ന് കേൾപ്പിക്കും. വളരെയധികം മനുഷ്യർ വരുന്നു, വളരെ പേർ ഫോളോവേഴ്സായി മാറുന്നു. നേട്ടമൊന്നും ഉണ്ടാകുന്നില്ല. വളരെയധികം കടകൾ വന്നിരിക്കുന്നു. ഇപ്പോൾ ഈ കടകളെല്ലാം സമാപ്തമാകും. ഈ കച്ചവടം മുഴുവൻ ഭക്തി മാർഗത്തിലാണ്. ഇതിലൂടെ ധാരാളം ധനം സമ്പാദിക്കുന്നു. സന്യാസിമാർ പറയുന്നു, നമ്മൾ ബ്രഹ്മയോഗിയും തത്വയോഗിയുമാണ് എന്ന്. ഇതുപോലെ ഭാരതവാസികൾ വാസ്തവത്തിൽ ദേവീ ദേവതാ ധർമ്മത്തിലേതാണ്, പക്ഷേ ഹിന്ദു ധർമ്മം എന്ന് പറയുന്നു. അതുപോലെ ബ്രഹ്മം തത്വമാണ്. അവിടെ ആത്മാക്കൾ വസിക്കുന്നു. അവർ പിന്നെ ബ്രഹ്മജ്ഞാനി, തത്വജ്ഞാനി എന്ന നാമം വെച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ബ്രഹ്മം തത്വമാണ്, വസിക്കുന്ന സ്ഥാനമാണ്. അപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, എത്ര വലിയ തെറ്റാണ് വരുത്തിയിരിക്കുന്നത്. ഇതെല്ലാം ഭ്രമമാണ്. ഞാൻ വന്ന് എല്ലാ ഭ്രമവും അകറ്റുന്നു. ഭക്തിമാർഗത്തിൽ പറയുന്നുമുണ്ട്, ഹേ പ്രഭു, നിന്റെ ഗതിയും മതവും വേറിട്ടതാണ് എന്ന്. ഗതിയാണെങ്കിൽ ആർക്കും ഉണ്ടാക്കുവാൻ സാധിക്കില്ല. മതങ്ങളാണെങ്കിൽ അനേകം പേരുടേത് ലഭിക്കുന്നു. ഇവിടെയുള്ള മതം എത്ര അത്ഭുതം ചെയ്യുന്നു, മുഴുവൻ വിശ്വത്തെയും ചേഞ്ച് ചെയ്യുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, ഇത്രയും ധർമ്മങ്ങളെല്ലാം എങ്ങനെയാണ് വരുന്നത്? പിന്നെ ആത്മാക്കൾ എങ്ങനെയാണ് അവരവരുടെ സെക്ഷനിൽ പോയി ഇരിക്കുന്നത്? ഇതെല്ലാം ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. ഇതും കുട്ടികൾ അറിയുന്നു. ദിവ്യദൃഷ്ടി ദാതാവ് ഒരേ ഒരു ബാബ തന്നെയാണ്. ബാബയോട് പറഞ്ഞു, ഈ ദിവ്യദൃഷ്ടിയുടെ താക്കോൽ നമുക്ക് നൽകൂ, എങ്കിൽ നമ്മൾ ആർക്കെങ്കിലും സാക്ഷാത്കാരം കാണിച്ചു കൊടുക്കട്ടെ. പറഞ്ഞു, ഇല്ല, ഈ താക്കോൽ ആർക്കും ലഭിക്കുക സാധ്യമല്ല. അതിനു പകരമായി നിങ്ങൾക്ക് പിന്നെ വിശ്വത്തിന്റെ ചക്രവർത്തി പദം നൽകുന്നു. ഞാൻ എടുക്കുന്നില്ല. സാക്ഷാത്കാരം കാണിച്ചു കൊടുക്കുന്ന പാർട്ട് എന്റെ മാത്രമാണ്. സാക്ഷാത്കാരം ഉണ്ടാകുന്നതിലൂടെ എത്ര സന്തോഷമുണ്ടാകുന്നു. ഒന്നും ലഭിക്കുന്നില്ല. സാക്ഷാത്കാരത്തിലൂടെ ആരെങ്കിലും നിരോഗിയായി മാറുകയോ ധനം ലഭിക്കുകയോ ചെയ്യും എന്നല്ല. അങ്ങനെയല്ല. മീരയ്ക്ക് സാക്ഷാത്കാരമുണ്ടായി, പക്ഷേ മുക്തി നേടിയില്ല. മനുഷ്യർ മനസ്സിലാക്കുന്നു മീര വൈകുണ്ഠത്തിൽ വസിക്കുകയായിരുന്നുവെന്ന്. പക്ഷേ വൈകുണ്ഠമോ കൃഷ്ണപുരിയോ എവിടെയാണ്? ഇതെല്ലാം സാക്ഷാത്കാരമാണ്. ബാബ ഇരുന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിച്ചു തരുന്നു. ഇദ്ദേഹത്തിനും ആദ്യം വിഷ്ണുവിന്റെ സാക്ഷാത്കാരമുണ്ടായി. അപ്പോൾ വളരെയധികം സന്തോഷിച്ചു. ഞാൻ മഹാരാജാവാകുന്നു എന്നതും കണ്ടു, വിനാശവും കണ്ടു, പിന്നെ രാജധാനിയും കണ്ടു. അപ്പോൾ നിശ്ചയമുണ്ടായി, ആഹാ, ഞാൻ വിശ്വത്തിന്റെ അധികാരിയാകുന്നു. ബാബയുടെ പ്രവേശനമുണ്ടായി. ബാബ, ഇതെല്ലാം അങ്ങെടുത്തുകൊള്ളൂ, എനിക്ക് വിശ്വത്തിന്റെ ചക്രവർത്തി പദവി വേണം. നിങ്ങളും ഈ ഇടപാട് നടത്തുവാൻ വന്നിരിക്കുകയല്ലേ? ആര് ജ്ഞാനം എടുക്കുന്നുവോ പിന്നെ അവരുടെ ഭക്തി വിട്ടുപോകുന്നു. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്ത് ശ്രീമത്ത് അനുസരിച്ച് ഭാരതത്തിന്റെ സത്യമായ സേവനം ചെയ്യണം. തന്റെയും ഭാരതത്തിന്റെയും മുഴുവൻ വിശ്വത്തിന്റെയും മംഗളം വളരെ വളരെ താല്പര്യത്തോട് ചെയ്യണം. ഡ്രാമയുടെ അനാദിയായി അവിനാശിയായി അടങ്ങിയിട്ടുള്ളത് യഥാർത്ഥമായി മനസ്സിലാക്കി സമയം വേസ്റ്റാക്കുന്ന ഒരു പുരുഷാർത്ഥവും ചെയ്യരുത്. വ്യർത്ഥ സങ്കല്പം പോലും നടത്തരുത്. വരദാനം:
ദീപരാജനായ ബാബയിലൂടെ അമര ജ്യോതിയുടെ ആശംസകൾ നേടുന്ന സദാ അമരമായി ഭവിക്കട്ടെ. ഭക്തർ ചൈതന്യ ദീപങ്ങളായ താങ്കളുടെ സ്മാരകമായി ജഡദീപങ്ങളുടെ ദീപാവലി ആഘോഷിക്കുന്നു. ജ്വലിച്ചിരിക്കുന്ന ചൈതന്യ ദീപമായ താങ്കൾ ബാലകനായി ദീപങ്ങളുടെ അധികാരിയുമായി മംഗളകരമായ കൂടിക്കാഴ്ച ആഘോഷിക്കുന്നു. ബാബ്ദാദ കുട്ടികളായ നിങ്ങളുടെ മസ്തകത്തിൽ ജ്വലിച്ചിരിക്കുന്ന ദീപം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിനാശിയും അമരജ്യോതി സ്വരൂപവുമായ കുട്ടികളായ നിങ്ങൾ ദീപരാജനായ ബാബയിലൂടെ ആശംസകൾ സ്വീകരിച്ച് സദാ അമർ ഭവയുടെ വരദാനം പ്രാപ്തമാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ദീപരാജനായ ബാബയുടെയും ദീപറാണിമാരുടെയും കൂടിക്കാഴ്ചയുടെ സ്മാരകം തന്നെയാണ് ദീപാവലി. സ്ലോഗൻ: താങ്കളും ബാബയും രണ്ടുപേരും കമ്പൈൻഡ് ആയിരിക്കൂ. മൂന്നാമതാർക്കും വേർപെടുത്താൻ കഴിയാത്ത വിധം. അവ്യക്ത സൂചന: സ്വയവും സർവരെ പ്രതിയും മനസ്സിലൂടെ യോഗത്തിൻ്റെ ശക്തികളുടെ പ്രയോഗം ചെയ്യൂ. വർത്തമാന സമയമനുസരിച്ച് സർവ ആത്മാക്കളും പ്രത്യക്ഷ ഫലം, അതായത് പ്രാക്ടിക്കൽ പ്രൂഫ് കാണുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ശരീരത്തിലും മനസ്സിലും കർമ്മത്തിലും സംബന്ധ സമ്പർക്കത്തിലും സൈലൻസിൻ്റെ ശക്തിയുടെ പ്രയോഗം ചെയ്തു നോക്കൂ. ശാന്തിയുടെ ശക്തിയിലൂടെ താങ്കളുടെ സങ്കല്പത്തിന് വയർലെസ്സിനേക്കാളും വേഗത്തിൽ ഏത് ആത്മാവിനെ പ്രതിയും എത്തിച്ചേരുവാൻ സാധിക്കും. ഈ ശക്തിയുടെ വിശേഷ യന്ത്രമാണ് ശുഭസങ്കല്പം. ഈ സങ്കല്പത്തിൻ്റെ യന്ത്രത്തിലൂടെ എന്താഗ്രഹിക്കുന്നുവോ അത് സിദ്ധി സ്വരൂപത്തിൽ കാണുവാൻ സാധിക്കും. ഓം ശാന്തി. സദ്ഗുരുവായ ബാബയിൽ നിന്നും സ്മൃതി സ്വരൂപമായി ഭവിക്കട്ടെ എന്ന വരദാനം ഞാൻ സ്വീകരിക്കുന്നു. ഞാൻ ആത്മസ്മൃതിയുടെ തിലകധാരിയായി മാറുന്നു. ഈ ആത്മസ്വരൂപ സ്മൃതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശബ്ദത്തിനുപരി ശാന്ത സ്വരൂപ അവസ്ഥ എനിക്ക് പ്രാപ്തമാകുന്നു. സൈലൻസിൻ്റെ ശക്തി ശേഖരിക്കപ്പെടുന്ന അനുഭവം എനിക്കുണ്ടാകും. ഇപ്പോൾ ഞാൻ പരമാത്മാ സ്മൃതിയുടെ തിലകം അണിയുകയാണ്. പരമധാമത്തിലെ പരമജ്യോതിയായ ബാബയുടെ സ്മൃതി സ്വരൂപമാകുന്നു. എൻ്റെ അനാദി സ്വീറ്റ് സൈലൻസ് സ്വരൂപസ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് ബാബയുടെ സ്മൃതിയിൽ ഏകാഗ്രമാകുമ്പോൾ എന്നിൽ ശക്തികൾ
ഉണർന്നു വരുന്ന അനുഭവം എനിക്കുണ്ടാകുന്നു. ഈ വിശേഷ ശക്തികൾ എന്നെ പരമാർത്ഥ മാർഗത്തിൽ വിഘ്നവിനാശകനാക്കി മാറ്റും. ഈ സൈലൻസിൻ്റെ ശക്തിയുടെ ആധാരത്തിൽ എനിക്ക് വിപരീത സാഹചര്യങ്ങളിൽ നിന്നും വേറിട്ടും ഒരു ബാബയ്ക്ക് പ്രിയപ്പെട്ടും ഇരിക്കുവാൻ സാധിക്കും. ഈ സ്വീറ്റ് സൈലൻസ് സ്വരൂപ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് വിശേഷ ആത്മാവായ ഞാൻ ശാന്തിയുടെയും ശക്തിയുടെയും കിരണങ്ങൾ വിശ്വമാകെ വ്യാപിക്കുന്നു.